വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം രക്തസാക്ഷികളായ ജവാന്മാർക്കായി യുദ്ധസ്മാരകം പണിയുന്നു. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ ഉദ്ഘാടനം MLA UR പ്രദീപ് നിർവഹിച്ചു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്കായി നിർമ്മിക്കുന്ന യുദ്ധസ്മാരകത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. ഒരു സ്മാരകം പണിയണമെന്ന് ഏറെക്കാലത്തൊരു ആവശ്യമാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തിയ സ്ഥലവും നല്ല സ്ഥലം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചി പാലം വന്ന ശേഷം PWD കൈവശമുള്ള ധാരാളം സ്ഥലങ്ങൾ ഇവിടെ വെറുതെ കിടക്കുമ്പോൾ അതെങ്ങനെ ഗ്രാമപഞ്ചായത്ത് ഗുണകരമായി മാറ്റാൻ വേണ്ടിയുള്ള ഏറെക്കാലത്തെ ശ്രമമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ. ഈ പ്രദേശം ആകെ മനോഹരമായ രീതിയിൽ മാറ്റിയെടുക്കണം. അതിൻ്റെ ഭാഗമായി ഓരോന്നും ഈ പ്രദേശം ഉൾപ്പെടെ നമ്മൾ ഇരിക്കുന്ന പ്രദേശം പോലും നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ അത് എങ്ങനെയായി എന്നെല്ലാം നമുക്കറിയാം. ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ ആ പാഴായി കിടക്കുന്ന ഭൂമി, സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന ആ ഭൂമിയെ ഘട്ടഘട്ടമായി അതിനെ ജനശ്രദ്ധയുള്ള പ്രദേശമായി മാറ്റിയെടുക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചത്. അപ്പോഴാണ് നമുക്ക് ഈ സ്ഥലം PWD വിഭാഗം ഈ സ്ഥലം ഹാപ്പിനെസ് പാർക്ക് ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കുമ്പോഴും ഏറെ പ്രയാസം അവർക്ക് നേരിട്ടു. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈവശമുള്ളപ്പോൾ ആ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ അവരുടെ കുറേ സാങ്കേതികം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് വെള്ളത്തോൾ നഗർ യൂണിറ്റിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് സ്മാരകം പണിയുന്നത്. MLAയുടെ ചേലക്കര നിയോജകമണ്ഡലം പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തി മുഖ്യാതിഥിയായി. സ്മാരകത്തിനായി സ്ഥലം അനുവദിക്കാൻ മുൻകൈയെടുത്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ, 20 വർഷത്തോളം നിയമ പോരാട്ടം നടത്തിയ ക്യാപ്റ്റൻ KP ബാലകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ അനുസ്മരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബുഷറ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PN അനിൽകുമാർ, അബ്ദുൾ കബീർ, K ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മുണ്ടനാട്ട് സ്വാഗതവും പഞ്ചായത്ത് BDO വത്സല നന്ദിയും പറഞ്ഞു. ത്യാഗം ചെയ്ത ജവാന്മാര് നമ്മുടെ രാജ്യത്തുണ്ട്. ഇനിയും അത്തരം മേഖലയിലേക്ക് നമ്മുടെ പുതുതലമുറയെ കൂടി കൊണ്ടുവരുന്നതിനും അതുപോലെ അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ ബോധവൽക്കരിക്കുന്നതിനുമൊക്കെയുള്ള ഒരു ഇടമായി ഈ ഒരു സ്മാരകം ഇവിടെ മാറണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്താണ് ഇത്തരം ഒരു സ്മാരകം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഇവിടേക്ക് ആകർഷിക്കാൻ സാധിക്കും. അതിലൂടെ ഈ സ്മാരകം എന്തിനാണോ ഇവിടെ പണി കഴിപ്പിച്ചത് അതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം എല്ലാവരിലേക്കും എത്തുവാൻ കൂടി കഴിയും. നമ്മളെല്ലാവരും തന്നെ സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പോകുന്നതും ഇവിടുത്തെ സൈനികർക്ക് തന്നെയാണ്. കേരളം ഇങ്ങേ അറ്റത്ത് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ സൈന്യത്തിൻ്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കാറില്ല. എങ്കിലും നമ്മുടെ പ്രളയകാലത്തും അതുപോലെ തന്നെ വയനാട്ടിലെ ഉരുൾപൊട്ടലിലൊക്കെ തന്നെ നമ്മൾക്ക് കരുതലായിട്ട് കാവലായിട്ട് നമ്മുടെ സൈന്യം ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാവരും തന്നെ ഒരിക്കലും ഓഫീസർമാരെ, അതായത് മേജർ രവി ആരാണ് റെക്കമെൻഡേഷൻ കൊണ്ട് ഞങ്ങൾക്കിത് സാധിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മേജർ രവിക്ക് അപേക്ഷ കൊടുത്തു. അദ്ദേഹം വേണ്ടെന്ന് ആരും പറയുന്നില്ല, പക്ഷേ ഒരാളുടെ കൈവശവും ന്യൂസ് ഡെസ്ക് CCV.